ആരൊക്കെയാണോ ഇന്ന് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്, ആരൊക്കെയാണോ ഇന്ന് അംഗീകരിച്ചിട്ടുള്ളത്, ആരൊക്കെയാണോ വലിയ മാറ്റങ്ങള് സാധാരണ ആളുകളിൽ നിന്ന് വ്യത്യസ്തനായിട്ട് മാറിയിട്ടുള്ളത്, അവരൊക്കെ ത്യാഗം അനുഭവിച്ച ആളുകളാണ്. അതുകൊണ്ട് ആർസിമില് നിങ്ങൾ ത്യാഗം അനുഭവിക്കാൻ തയ്യാറാണോ? ആർസിമിലെ ത്യാഗം എന്താണ്? അതറിയണം. ആർസിമിലെ ത്യാഗം എന്താണ്? കാലങ്ങളായിട്ട് പരസ്യം കണ്ട കോൾഗേറ്റ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതിന് പകരം ആർസിമിന്റെ അടിപൊളി പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക. അതാണ് ഒന്നാമത്തെ ത്യാഗം. രണ്ടാമത്തെ ത്യാഗം ആർസിമിന്റെ ചപ്പാത്തി ഉണ്ടാക്കി നന്നായിട്ട് അടിപൊളി ചപ്പാത്തി തിന്നുക, ഡ്രസ് ഇടുക, അല്ലെ? ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് മറ്റുള്ളവരോട് പറയാം. നല്ലതല്ലാത്ത ഏതെങ്കിലും ഉൽപ്പന്നം ഉണ്ടാ? ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില സോപ്പുകളുണ്ടാവും. ചില സോപ്പിന്റെ സ്മെല്ല് നമുക്ക് ഇഷ്ടമല്ല, അല്ലെ? അപ്പോൾ എന്താണ്? ഇഷ്ടപ്പെട്ട സോപ്പില്ലേ, ഇഷ്ടപ്പെട്ട സോപ്പ് നിങ്ങൾ പറയും. അപ്പൊ അതുകൊണ്ട് ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ നല്ലതാണ്, ഇത് നല്ലതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയും ഈ നല്ലതായ കാര്യം മറ്റുള്ളവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ ആർസിം ബിസിനസ്സിൽ വിജയിക്കാൻ ഏതൊരു വ്യക്തിക്കും പറ്റും. അത് വലിയ ബുദ്ധിമുട്ടാണോ? അല്ല. അതുകൊണ്ട് ആർസിഎമ്മിൽ വിജയിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ ഒരു വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഒരു മരപ്പണിക്കാരനായ സജീവ് കുമാർ നിങ്ങളുടെ മുന്നിൽ നിന്ന് എമറാൾഡായിട്ട് നിൽക്കില്ല. കാരണം വളരെ സിമ്പിളാണ് ആർസിഎം. പക്ഷെ ഈസി അല്ല. സിമ്പിളായ കാര്യങ്ങള് നമ്മൾക്ക് സിമ്പിളായിട്ട് തന്നെ വിടും. അതുകൊണ്ടാണ് ഈസി അല്ലാത്തത്. സിമ്പിളായ കാര്യം സിമ്പിളായിട്ട് ചെയ്താൽ പോരെ, അത് ഈസിയാവും. ജയാർസിയം ഒന്നും മനസ്സിലായില്ല. എന്താ കാരണം അറിയോ? ഈ സിമ്പിളായിട്ട് പറയുന്ന കാരണം മനസ്സിലാവാത്ത. ക്ലിയറായാ? അല്ല ഇംഗ്ലീഷ് ഹിന്ദി കണെങ്കിൽ എനിക്ക് മനസ്സിലായത്, അതെനിക്ക് പറയാനോ ഇല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ നോക്കാം. ആദ്യം ഫോളോ, അല്ലെ? അത് കഴിഞ്ഞ് എഡിഫിക്കേഷൻ, അത് കഴിഞ്ഞ് ഡ്യൂപ്ലിക്കേഷൻ. അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഫോളോ. ഭൂരിഭാഗം ആളുകൾ, എത്ര പേര് ആദ്യമായിട്ട് ആർസിമിന്റെ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന ആളുകൾ ഒന്ന് കൈയോർത്തി? കാരണം ഇന്നലെ ഞാൻ ഉണ്ടായില്ല, അതുകൊണ്ടാണ്. കുറച്ച് ആദ്യമായിട്ടാണ്. ഇനി ആദ്യമായിട്ട് രണ്ടാമതായിട്ട് മൂന്നാമതായിട്ടാണെങ്കിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ക്ലാസ് കൊണ്ടൊന്നും ഒന്നാവില്ല, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നോക്കാം എന്താണ് ഫോളോ, അല്ലെ? എന്താണ് ഫോളോ? അപ്പൊ തുടക്കക്കാര് ആർസി ബിസിനസ്സിൽ കടന്നു വരുന്നു, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, ഇതിലൂടെ ആരോഗ്യം കിട്ടുന്നു അറിയുന്നു, ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാൽ അത് നമുക്ക് ആരോഗ്യദായകമാണെന്ന് അറിയുന്നു, അതിലൂടെ ഫ്രീ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അറിയുന്നു, അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്നു, അതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അറിയുന്നു. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്താണ്, എത്രയും പെട്ടെന്ന് കുറെ ആളുകളിലേക്ക് ഈ നന്മ എത്തിക്കാനായിട്ട് നമുക്ക് ഒരു വെപ്രാളായി. ശരിയാണോ? അത് നല്ലതാണ്. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, അത് വളരെ പ്രധാനം, അല്ലെ? നമ്മള് കൂടുതൽ ആളോട് പറയാനുള്ള ടെൻഡൻസി നമുക്ക് നല്ലതാണ്. പക്ഷെ ആ ടെൻഡൻസി എങ്ങനെ, എന്തൊക്കെ, ഏത് സമയത്ത്, ആരോട്, എപ്പോ അത് പറയണം എന്നുള്ള തിരിച്ചറിവാണ് അത് ബിസിനസ് ആയിട്ട് കൺവേർട്ടാവുന്നത്. അതറിയില്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും. അതുകൊണ്ട് ഫോളോ അപ്പില് നമ്മൾ നോക്കാം. ഫോളോ അപ്പിൽ ആദ്യം നമ്മള് പോയിന്റ് ഐഡന്റിഫൈ ദി നീഡ് ഓഫ് ദി പ്രോസ്പെക്ട്. ആർക്ക്, എന്ത്, എപ്പോ നമ്മുടെ കൂടെ പല ആളുകളും അസോസിയേറ്റ് ചെയ്യും. ആ ആളുകൾക്ക് എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി ആ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതി, നമുക്ക് ഒരു മിതത്വം നമ്മൾ പാലിക്കാൻ തയ്യാറാവും. ഉദാഹരണത്തിന് നമുക്ക് ആർസിമിന്റെ ഉൽപ്പന്നങ്ങൾ ആരോഗ്യദായകമാണ്, ശരിയാണ്. അപ്പോൾ നല്ല തണ്ടും തടി നല്ല ജിമ്മായിട്ടുള്ള ഒരാളോട് ചെന്ന് പറയാണ് ആർസിമിന്റെ ഉൽപ്പന്നങ്ങളെ നമുക്ക് ആരോഗ്യം തരും, അതുകൊണ്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചു. ആള് ഓൾറെഡി പറയും എനിക്കിപ്പോ ആരോഗ്യം ഉണ്ടല്ലോ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലോ, അല്ലെ? പറയാറുണ്ട്. അപ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ആരോഗ്യം? ചിലപ്പോൾ ആ വ്യക്തിക്ക് ചിലപ്പോൾ പൈസയാണ് ആഗ്രഹം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനോട് പറയാ ആർസിം ഉൽപ്പന്നങ്ങള് നമുക്ക് നല്ലതാണ്, ആരോഗ്യദായകമാണ്, ആരോഗ്യം നിലനിർത്താനും ആർസിം ഉൽപ്പന്നങ്ങൾ അത്യാവശ്യമാണ്, അല്ലെ? അതിന്റെ ഒപ്പം ഇതിലൂടെ ഒരു സാമ്പത്തിക നേട്ടം കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് വേണ്ടത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കും. അതുകൊണ്ട് അദ്ദേഹം ഇതിനെ ഏറ്റെടുക്കാനും കേൾക്കാനും തയ്യാറാവും. ഇനി നല്ലൊരു പൈസക്കാരന്റെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പറയാണ്
അല്ലെ? പൈസക്കാരന്റെ വീട്ടിൽ എന്ത് പറയാണ്? അവരാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും വലിയ പൈസക്കാരനാന്ന് ഇങ്ങനെ ഗർവ് പിടിച്ചു നിൽക്കുന്ന ആളായിരിക്കും. ആളോട് പറയാണ്, ആർസിമിലെ ബിഗിനറായ 1000 രൂപ കിട്ടും. നന്നാവില്ലേ കഥ? ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും 6 മാസം മേടിച്ചാൽ. അവരിപ്പോ എല്ലാ കഥയില്ല ഇല്ല. അവരോട് എന്ത് പറയണം? ഇന്ന് ലോകോത്തര നിലവാരമുള്ള നല്ല ഉൽപ്പന്നങ്ങള് ആർസിമിലൂടെ കിട്ടും. നിങ്ങളൊക്കെ നല്ല നല്ല ഉൽപ്പന്നങ്ങള് ഉപയോഗിക്കുന്ന ആളുകളല്ലേ? ന്യൂട്രീഷൻ സപ്ലിമെന്റുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ അവിടെ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിലും വില കുറവിന് അതിനേലും നല്ല ഉൽപ്പന്നം ആർസിമിൽ കിട്ടും. അപ്പോൾ അവരെന്ത് പറയും? അങ്ങനെ നോട്ടെ, അന്നൊന്ന് ഉപയോഗിച്ച് നോക്കട്ടെ, അവര് ഉപയോഗം തുടങ്ങും അല്ലെ? അങ്ങനെ പടിപടിയായിട്ട്. അപ്പോൾ ഓരോ വ്യക്തികളുടെയും നീഡ് അനുസരിച്ചായിരിക്കണം നമ്മള് ആർസിമിൽ. ചില ആളുകൾ എന്താണ്, ഒരു കൂട്ടായ്മയാണ് ആഗ്രഹിക്കുക അല്ലെ? ആർസിമിലെ കൂട്ടായ്മ കണ്ടിട്ടായിരിക്കും അല്ലെ? നമ്മുടെ ക്ലാസ്സുകളിൽ കമ്മ്യൂണിറ്റി ക്ലാസ്സിലൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു ഡാൻസും പാട്ടൊക്കെ ഒരുമിച്ചുണ്ടാവും. ചില ആളുകൾ അത് കണ്ടിട്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ പൈസ ഉണ്ടാവും, അത്യാവശ്യം ആരോഗ്യം ഉണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ ഉണ്ടാവും. പക്ഷെ അവരത് കണ്ടിട്ടായിരിക്കും ആർസിമിൽ വരിക. അങ്ങനെ ആ ഒരു വ്യക്തി ആർസിമിലേക്ക് കടന്നു വരുന്നത് പല രീതിയിലായിരിക്കും, പല ആഗ്രഹത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളെയും അല്ലെങ്കിൽ നമ്മുടെ കൂടെ കടന്നു വരാൻ സാധ്യതയുള്ള ആളെയും നമ്മൾ തുടക്കം തൊട്ട് നമ്മൾ ആളെ ആർസിമിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ തൊട്ട് നമ്മൾ ഫോളോ അപ്പ് തുടങ്ങണം. ഒരു വ്യക്തിയോട് ആർസിമിൽ ജോയിൻ ചെയ്തിട്ടല്ല ഫോളോ അപ്പ് തുടങ്ങേണ്ടത്. ഫോളോ അപ്പ് എവിടെ നിന്ന് തുടങ്ങണം? ഒരു വ്യക്തി ആർസിം നമുക്ക് മനസ്സിലായി. ഇപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് ആർസിം മനസ്സിലായി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇന്ന ആളുകളോടൊക്കെ പറയാമെന്ന് നമുക്കൊരു ധാരണ വരും. ആ ധാരണ വരുമ്പോ തൊട്ട് നമ്മൾ അദ്ദേഹത്തെ ഫോളോ അപ്പിലായിരിക്കണം. ക്ലിയർ ആയി പറയുന്നത്? അദ്ദേഹം ജോയിൻ ചെയ്തിട്ടല്ല, അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല നമ്മൾ ആർസിം അദ്ദേഹത്തിനോട് പറയാൻ പോകുന്നു. പക്ഷെ അവിടെ നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ പുസ്തകത്തിൽ ഒരു നോട്ട് തയ്യാറാക്കി ആ വ്യക്തിയുടെ പേര് എഴുതുമ്പോൾ തൊട്ട് അദ്ദേഹം നമ്മുടെ ഫോളോ അപ്പിലായിരിക്കണം. ക്ലിയർ ചെയ്യാ? ഇതുവരെ ചിലപ്പോൾ അദ്ദേഹത്തെ കണ്ടിട്ട് ചിലപ്പോൾ മിണ്ടാറുണ്ടാവില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ നമസ്കാരം, എന്തൊക്കെയുണ്ട് വീട്ടിൽ വിശേഷം, അപ്പൊ തന്നെ ആസിഫ് പറയരുത്. അപ്പൊ 2 ദിവസം അങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് വേണം 3-ാമത്തെ ദിവസം നമ്മൾ പിന്നീട് അദ്ദേഹം നമ്മളോട് മിങ്കിൾ ചെയ്യാൻ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. ആ ഒരു വ്യക്തിയായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കണം. ഓൾറെഡി ബന്ധമുള്ള ആളുകളോട് നിങ്ങൾക്ക് നേരിട്ട് പറയാം. അങ്ങനെ ബന്ധമില്ലാത്ത ആളുകൾ നിങ്ങളുടെ ലിസ്റ്റിൽ വരും. അതുകൊണ്ട് അവർ ഫോളോ അപ്പിലായിരിക്കണം. മനഃപൂർവ്വം അവര് സഞ്ചരിക്കുന്ന പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കണം. അവരെ കണ്ടുമുട്ടാനുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കണം അല്ലെ? ഒരാൾ ജിമ്മിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരൻ, അപ്പൊ ആള് നല്ല പ്രോട്ടീൻ പൗഡർ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണെന്ന് കരുതാം. അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അവിടെ ജിമ്മിന് പോകുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാണാനുള്ള വേറെ അവസരമില്ല. ചിലപ്പോ നിങ്ങൾ ചിലപ്പോൾ ജിമ്മിന് പോകേണ്ടി വരും ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ. കാരണം ജിമ്മിന് പോയി ആ ആളായിട്ട് ബന്ധം സ്ഥാപിച്ച് ആളെ ആസ്വദിക്കുകയാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പോൾ അതുകൊണ്ട് ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ ജോയിൻ ചെയ്തതിന് ശേഷമല്ല തുടങ്ങുന്നത്. ആ വ്യക്തിയോട് നമ്മൾ ആസ്യം പറയണം എന്ന് നമ്മുടെ മനസ്സിൽ ആ കാര്യം ബോധം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കാര്യം അല്ലെങ്കിൽ നമുക്ക് ഒരു ചിന്ത വരുന്ന സമയത്ത് തൊട്ട് അദ്ദേഹത്തെ ഫോളോ അപ്പ്. അപ്പൊ ഫോളോ അപ്പ് എവിടെ നിന്ന് തുടങ്ങണം? ഒരു വ്യക്തി ആർസിമിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിൽ അദ്ദേഹത്തെ ഫോളോ അപ്പ് കൊണ്ടുവരണം എന്നുള്ള ചിന്ത തുടങ്ങണം. അത് തുടങ്ങുക മാത്രമല്ല, ആ വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് അദ്ദേഹത്തിന്റെ നീഡ് ആവശ്യം അനുസരിച്ചായിരിക്കണം നമ്മൾ അവരോട് കാര്യങ്ങൾ പറയേണ്ടത് കാര്യം. ഓക്കെ, ഈ ഒരു പോയിന്റ് മനസ്സിലായോ? ഓരോ പോയിന്റ് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായി ഒന്ന് കൈയടിച്ച് പാസ്സാക്കിയേ.